ദൈവസന്നിധാനത്തിലേക്ക് ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്കായിരിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുവചനത്തിൻ്റെ മുൻപാകെ അടിയങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉയർത്തണം. അടിയങ്ങൾ ദൈവവചനം കേൾക്കുന്നത് അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹവും പ്രയോജനപ്രദവുമാക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യണമേ. അടിയങ്ങളുടെ വാക്കുകളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പാൻ അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുമെന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം ദയവായിട്ട് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. ഓക്കെ. അതിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ ആരംഭത്തെ ആ സെന്റൻസ് കൂടെ ഒന്ന് വായിക്കാം. അതിനു മുമ്പ് നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ഈ തിരുവചന ഭാഗമാണ് നമ്മൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗലാത്യ ലേഖനം അതിൻ്റെ ആരംഭ വാക്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായി ആണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കണം എന്നുള്ള വിഷയവും പ്രാരംഭമായി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ നമുക്കിടയായി തീർന്നു. ഗലാത്യയിലുള്ളതാകുന്ന ഈ വിശുദ്ധന്മാരെ കുറിച്ച് പൗലോസ് സാധാരണയായിട്ട് പൗലോസ് എഴുതുന്ന ലേഖനങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. സാധാരണയുള്ള എല്ലാ ലേഖനങ്ങളും, എന്തിനേറെ ഏറ്റവും അശുദ്ധിയും അധാർമികതയും ജീവിതപ്പെശകുമുള്ള കൊരിന്ത് സഭയ്ക്ക് എഴുതുമ്പോൾ പോലും ആദ്യം അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റെല്ലാ ലേഖനങ്ങളും അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുന്നോ ആദ്യം പൗലോസ് അവർക്ക് വന്ദനം ചെയ്ത ശേഷം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവർക്ക് ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനം അല്പം സവിശേഷമായിട്ട് അതിൽ നിന്നും വേറിട്ട് നിലനിൽക്കുന്നു. കാരണം ഈ ലേഖനത്തിൽ മാത്രം ആരംഭത്തിലെ ഗ്രീറ്റിംഗിന്റെ ശേഷം റൈറ്റ് അവേ വിത്ത് ആൻ എക്സ്ട്രീം അർജൻസി, വളരെ വളരെ പ്രാധാന്യമുള്ളതാകുന്ന ഒരു വിഷയത്തിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. ഗലാത്യയിലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ലേഖനത്തിൽ ഇതിൻ്റെ ആരംഭ വാക്യങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന കഴിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോ ഇതൊന്നും നമ്മളിവിടെ കാണുന്നില്ല. നേരെ മറിച്ച് നേരിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. ഗലാത്യയിലുള്ള വിശുദ്ധന്മാരുടെ ആ പെട്ടെന്ന് ഇളകിപ്പോകുന്ന, കർത്താവിങ്കിൽ നിന്നും അകന്നു പോകുന്ന, സുവിശേഷത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെയിരിക്കുന്ന അവരുടെ അവസ്ഥയെ ഓർത്ത് ആശ്ചര്യപ്പെടുന്ന ഒരു അപ്പോസ്തലനെയാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിപ്പാൻ പോകുന്നതാകുന്ന പ്രധാനപ്പെട്ട വിഷയം, നന്നായിട്ട് ഓടുകയും നന്നായി അവസാനിക്കുകയും ചെയ്യുന്നതിന് നാം എന്താ ചെയ്യേണ്ടത്? ഹൗ ടു എൻഡ് വെൽ. നന്നായി ഓടി തീർക്കാനായി, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ കൃത്യതയോടെ ആരംഭം മുതൽ തന്നെ നല്ല നിലയിലോടി അവസാനം നല്ല അന്ത്യം പ്രാപിപ്പാൻ നമുക്ക് എങ്ങനെ കഴിയും? ഈ വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്, ഈ വേദഭാഗത്തെ ആസ്പദമാക്കി. പൊതുവെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്, വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ. നന്നായിട്ടങ്ങ് തുടങ്ങുകയാണെങ്കിൽ പകുതി കാര്യം
ചെയ്തു തീർത്തു എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നന്നായിട്ടുള്ള തുടക്കം പോലെ തന്നെ വളരെ പ്രാധാന്യമാണ് ആ ഗതിയിൽ തന്നെ നിൽക്കുകയും നന്നായി ഓട്ടമോടി തീർക്കുകയും ചെയ്യുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ഓട്ടത്തിൻ്റെ നന്നായിട്ട് നമ്മൾ അവസാനിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് പൗലോസ് തന്നെ ഈ ലേഖനത്തിലും മറ്റ് ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിച്ചു, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാനല്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് വിളിക്കുന്ന, ഈ ലോകത്തിൻ്റെതാകുന്ന ചിന്താഗതികളിലേക്ക് നമ്മെ നയിക്കുന്ന അനേക കാര്യങ്ങളിൽ നിന്നും നമ്മൾ വേർപെട്ട് സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം ഓടുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തന്നിരുന്നു, ഒരു ഹോംവർക്ക്. കൈവക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ചു പേരെങ്കിലും അത് ചെയ്തെന്ന് ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുക. എന്തായിരുന്നു അസൈൻമെന്റ് എന്നെങ്കിലും ഓർക്കുന്നോ? എന്തുവായിരുന്നു? ഓക്കെ, ലോകം എന്നൊക്കെ ഉള്ളതാകുന്ന പദങ്ങള് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ശരിക്കൊന്ന് വായിച്ച് ചിലരൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. സ്തോത്രം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ ആ അധ്യായം വായിച്ചപ്പം വളരെ വ്യക്തമാകുന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇനിയും പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ലോകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവുമില്ല. സ്തോത്രം. അപ്പോൾ ലോകമെന്നുള്ളത് നന്നായിട്ട് അവസാനിക്കുന്നതിന് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തടസ്സം ലോകമാണ്. എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. 1 യോഹന്നാൻ അതിൻ്റെ 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കുക, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിലുള്ളതൊക്കെ സ്തോത്രത്തോടെ അനുഭവിക്കാൻ കഴിയുന്നത് സ്തോത്രത്തോടെ നമുക്ക് അനുഭവിക്കാം, അതിനൊരു തെറ്റുമില്ല. ദൈവം നൽകുന്ന ദാനങ്ങളെ സ്തോത്രത്തോടെ അനുഭവിക്കാൻ കഴിയുന്നതൊക്കെ അനുഭവിക്കാം. ആ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നന്നായി അവസാനിക്കുന്നതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ. ഞാൻ പെട്ടെന്ന് ഒരു ഇലസ്ട്രേഷൻ വചനത്തിൽ നിന്നും ഒന്ന് ചൂണ്ടിക്കാണിച്ച് ആ കാര്യം വിശദീകരിപ്പാനാണ് വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അപ്പോസ്തലനാകുന്ന പൗലോസ് ഇതിന് നല്ല ഒരു എക്സാമ്പിളാണ്. എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് എൻഡിങ് വെൽ. നന്നായിട്ട് തുടങ്ങി നന്നായി അവസാനിക്കുന്നതിന് നല്ല ഒരു എക്സാമ്പിളാണ് അപ്പോസ്തലനാകുന്ന പൗലോസ്. താന് മിലത്തോസിൽ, എഫെസോസിലുള്ള മൂപ്പന്മാരെ വരുത്തി അവരോട് തന്റെ ഫെയർവെൽ അഡ്രസ്, യാത്രയയപ്പ് പ്രസംഗം നടത്തുമ്പോൾ 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ ഓട്ടം തികയ്ക്കണം,
ദൈവകൃപയുടെ സാക്ഷ്യത്തിനായി കർത്താവ് എന്നെ വിളിച്ചത് അത് നിവർത്തിക്കണമെന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ. അതൊരാഗ്രഹമായിരുന്നു. ഈ ആഗ്രഹവും താല്പര്യവും താൻ വളരെ ഗൗരവമായി കണക്കാക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തു. എൻ്റെ വാക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. താൻ അതിനായി പരിശ്രമിച്ചു. അതുകൊണ്ട് റോമിലെ കാരാഗ്രഹത്തിൽ താൻ മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുൻപ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, രണ്ടാമത്തെ ലേഖനത്തിൽ 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാ: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എന്നിട്ട് നീതിയുടെ കിരീടത്തിനായി താൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപ്പോസ്തലനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ നാം ഒഴിവാക്കേണ്ട ഒരു ബാഡ് ആൻഡ് സാഡ് എക്സാമ്പിൾ, വളരെ ദുഃഖകരമാകുന്ന ഒരു മാതൃകയെ അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 4-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്ന വ്യക്തി ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് പോയി. ഈ ദേമാസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ലോകസ്നേഹിയായി തീർന്നത്? എന്തുകൊണ്ടാണ് താനായിരുന്ന ആ സ്ഥാനത്ത് നിന്നും വ്യതിചലിച്ച് ഗതി മാറി താൻ യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നത്? ദേമാസിന്റെ അന്ത്യം എന്തെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. ഏറ്റവും അവസാനം ദേമാസിനെ കുറിച്ചുള്ള റെഫറൻസ് ഇവിടെയാണ്. അവസാനത്തെ റെഫറൻസ് അവൻ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവന്റെ അവസാനം അത്ര ശുഭമായിരുന്നില്ല എന്ന് തന്നെ നാം ഗ്രഹിക്കണം. എന്നാൽ ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു? പ്രത്യേകിച്ച് ഫിലേമോന്റെ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ദേമാസിനെ കുറിച്ച് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എൻ്റെ കൂട്ടുവേലക്കാരാകുന്ന മർക്കോസും അരിസ്തോർക്കോസും ദേമാസും ലൂക്കോസും. ആരുടെ ഒപ്പമായി ഇവരെ വെച്ചേക്കുന്നതെന്ന് അറിയാമോ? ആ പേര് പറയപ്പെട്ടവരൊക്കെ നന്നായി ഓടി തീർത്തവരാ. മർക്കോസിന് ഇടയ്ക്കൊരു പിഴവ് പറ്റിയെങ്കിലും പിന്നീട് പിഴവൊക്കെ തിരുത്തി താൻ ആ മാർഗത്തിലേക്ക് വന്നു. എന്നാൽ ലൂക്കോസിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ കൊലോസി ലേഖനം 4-ാം അധ്യായത്തിലും അതിന്റെ അവസാന ഭാഗത്ത് ലൂക്കോസിന്റെയും മർക്കോസിന്റെയും ഒക്കെ ഒപ്പമാണ് ദേമാസിനെ കുറിച്ച് എഴുതിയേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, പൗലോസ് ശ്ലീഹായുടെ ഒപ്പം വളരെ കമ്മിറ്റഡ് ആയിട്ട്, വളരെ സമർപ്പണത്തോടെ, he was a promising young man and he had a promising future. വളരെ ശുഭകരമാകുന്ന, അനുഗ്രഹീതമാകുന്ന ഒരു ഭാവി ഉണ്ടായിരുന്ന, വളരെ കഴിവുള്ളവനാകുന്ന, വളരെ ദൈവകൃപയാൽ പ്രാപ്തനായിരുന്ന, സുവിശേഷ വേലയിൽ പൗലോസ് എന്ന ആ മനുഷ്യന്റെ ഒപ്പം കഷ്ടം സഹിക്കുവാൻ ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു ദേമാസ്. ശ്രദ്ധിക്കണം, പൗലോസ് ശ്ലീഹായുടെ ഒപ്പം ഉറച്ചു നിന്നിരുന്ന, കർത്താവിന്റെ വേലയിൽ വളരെ ഉത്സാഹത്തോടെ നിലനിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദേമാസ്. എന്നാൽ നമ്മൾ വായിക്കുന്നത് ദേമാസ് ലോകത്തെ സ്നേഹിച്ചു എന്നെ വിട്ട് പോയി. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ തുടക്കം നല്ലതായിരുന്ന അനേകർ അവസാനം നന്നാകാതെ തകർന്നു പോയ
ഒരു യാത്രയിലാ നമ്മളായിരിക്കുന്നത്. തുടക്കം നല്ലതായിരുന്നു, പക്ഷെങ്കിൽ അവസാനം വലിയ ഭയാനകമാകുന്ന അവസ്ഥയിലേക്ക് ഗലാത്യയിലുള്ള വിശുദ്ധന്മാർ യാത്ര ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ കുറിച്ച് പ്രശംസിക്കുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, വിത്ത് എക്സ്ട്രീം അർജൻസി, വളരെ ഗൗരവത്തോടെ അടിയന്തരമായിട്ട് അവരുടെ ആത്മീക പ്രശ്നത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് that we realize which path we are treading on. നാം ഏത് പാതയിലാണ് നാം നടക്കുന്നതെന്ന് വളരെ വ്യക്തതയോടെ നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അത് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. വളരെ ചുരുക്കമായിട്ട്, പ്രിയമുള്ളവരെ, ഈ തിരുവചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗലാത്യയിലുള്ളതാകുന്ന വിശുദ്ധന്മാർ അവർ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ അവരെ വിളിച്ചവനെ അവർ വിട്ടു. They deserted the one who had called them by the grace of Christ Jesus. ക്രിസ്തുയേശുവിനുള്ള കൃപയാൽ അവരെ വിളിച്ചവനെ അവർ വിട്ടു. രണ്ട്, അവർ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു. മനസ്സിലാക്കണേ, ഉപദേശ വിശുദ്ധി ഇല്ലായ്മ പ്രായോഗിക വിശുദ്ധി ഇല്ലായ്മയിലേക്ക് നയിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച്, ഉപദേശത്തിൽ നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെന്ന് ഭവിക്കുന്നത് കർത്താവിനെ വിട്ടുള്ള യാത്രയിലായിരിക്കും. കാരണം ദൈവവചനത്തിന്റെ ഉപദേശം, സുവിശേഷം അത്ര പ്രാധാന്യമുള്ളത്. ഇങ്ങനെ ഇവർ ദൈവത്തെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചത്? രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ലേഖനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, 3:3 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആത്മാവ് കൊണ്ട് തുടങ്ങി, പക്ഷെ ഇപ്പൊ എന്താ, ജഡം കൊണ്ട് സമാപിക്കുന്നു. 5:7 നമ്മൾ വായിച്ചു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ശ്രദ്ധിക്കണേ. അപ്പോൾ അവർ കർത്താവിനെ വിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ആദ്യം ആത്മാവ് കൊണ്ടാ തുടങ്ങിയത്, നല്ല തുടക്കമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ചെയ്യുക, ജഡം കൊണ്ട് സമാപിക്കുക. മറ്റൊന്ന്, ആദ്യം നല്ല ഓട്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഗതി മാറി അവർ ഓടാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ നന്നായി ഓടി തികയ്ക്കുവാൻ വളരെ അത്യന്താപേക്ഷിതമായി നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ എന്താ? ഈ വേദഭാഗത്തെ ആസ്പദമാക്കി തന്നെ നമ്മൾ ആ കാര്യം ചിന്തിക്കാൻ പോകുക. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത്, we must always love and commune with the one who had called us by the grace of the Lord Jesus Christ. നമ്മെ വിളിച്ച ക്രിസ്തുയേശുവിന്റെ കൃപയാൽ നമ്മെ വിളിച്ചവനോടുള്ളതാകുന്ന ആത്മാർത്ഥമാകുന്ന സ്നേഹവും കൂട്ടായ്മ ബന്ധവും നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ നമ്മൾ ഗതി മാറി യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പറ്റിയത് അതാ, വിളിച്ചവനെ വിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ ആ കാര്യം വിശദീകരിക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ദേമാസിനെ കുറിച്ച്. നമ്മൾ ആരും ചിന്തിക്കരുത്
ദേമാസ് ഒരു ഫൈൻ മോർണിംഗിൽ എഴുന്നേറ്റേച്ചു പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ലോകത്തെ സ്നേഹിക്കാൻ പോകുകയാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. എന്നാൽ ജീവിതത്തിൽ ചില തെറ്റുകളും വീഴ്ചകളും ഒക്കെ പെട്ടെന്നുണ്ടായെന്ന് വരും. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസിനെ കുറിച്ച്. അദ്ദേഹം ബർന്നബാസിന്റെയും പൗലോസിന്റെയും ഒപ്പം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ പംഫുല്യയിൽ എത്തിയപ്പം മർക്കോസ് എന്ത് ചെയ്തെന്നറിയാമോ? അവരെ വിട്ട് തിരിച്ചുപോയി. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് വളരെ കർക്കശമായി പറയുന്നുണ്ട്, നമ്മോടൊപ്പം വേലയ്ക്ക് വരാത്തവനെ ഇനി അടുത്ത യാത്രയ്ക്ക് കൊണ്ടുപോകണ്ട. അവിടെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരുപക്ഷെ മർക്കോസ് എൻ്റെ ചിന്തയിൽ നല്ല സമ്പന്ന കുടുംബത്തിലെ ഒരാളാണ്. കാരണം 120 പേരിലധികം ഒന്നിച്ചുകൂടി ഇരുന്ന് പ്രാർത്ഥന കഴിക്കാനൊക്കെയുള്ള മാളിക മുറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയുള്ള ഒരു മാളിക മുറി യെരുശലേമിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ കുഞ്ഞാണ് അദ്ദേഹം. അപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ആ സുഖമൊക്കെ വിട്ട് വന്നു, സുവിശേഷ വേലയിലെ കഷ്ടവും പ്രയാസമൊക്കെ കണ്ടപ്പോൾ പെട്ടെന്നൊരു ഒരു എടുത്തുചാട്ടത്തിൽ അദ്ദേഹം അങ്ങ് തിരിച്ചുപോയി. അത് പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ, അത് ഭൗതികമായിട്ട് അക്ഷരികമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ആത്മീകമായ പതനം അങ്ങനെയല്ല സംഭവിക്കുന്നത്. ആത്മീക പതനം സംഭവിക്കുന്നത് it is by a period of time. ഒരു ദിവസം കൊണ്ട് ആരും വീണു പോകുമെന്നാരും ചിന്തിക്കരുത്. ഞാൻ പല പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. ചില പ്രിയപ്പെട്ടവരുമായിട്ട് വ്യക്തിപരമായി ഷെയർ ചെയ്യുവാൻ എനിക്കിടയായിട്ടുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം, അവർക്ക് പറ്റിയ പരാജയങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. അവർക്ക് പറ്റിയതാകുന്ന ആത്മീക പാപ്പരത്വം, ആത്മീകമാകുന്ന അവരുടെ വീഴ്ച ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. നാം മനസ്സിലാക്കണം, ഒരു ദിവസം കൊണ്ട് ആരും ലോകത്തിന്റെ മുൻപാകെ കൂത്തുകാഴ്ചയാകത്തുമില്ല. കാരണം ദൈവം കരുണയുള്ളവനാകൊണ്ടും മഹാദയും മനസ്സലിവുമുള്ളവനാകൊണ്ടും നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യാത്തവനാകൊണ്ടും അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ നമ്മോട് കരുണ തോന്നുന്ന സ്നേഹമുള്ള പിതാവാകൊണ്ടും പലപ്പോഴും നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ രഹസ്യ പാപങ്ങൾ പരസ്യമായി നാം കൂത്തുകാഴ്ചയാകാൻ ദൈവം പലപ്പോഴും അനുവദിക്കത്തില്ല. എന്നാൽ ഒരു നാച്ചുറൽ പ്രോസസ് ഉണ്ട്, അത് ദൈവം തടയത്തുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ആലോചനയും റെസ്ട്രെയിൻസും തടസ്സങ്ങളും അവഗണിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മൾ തകർന്നു പോക തന്നെ ചെയ്യും. ദേമാസിന് സംഭവിച്ചത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഓരോ ദിവസവും ക്രമേണയായി സംഭവിച്ചതാണ് ഈ ഒരു സ്പിരിച്വൽ ഡിസാസ്റ്റർ. വളരെ ക്രമേണയാണ്. ഈ ക്രമേണ സംഭവിക്കുവാനുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ പിശാച് വളരെ വിജയിച്ചേക്കുക. ഞാൻ
പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിയമുള്ളവരെ, ക്രമേണ കൊണ്ടുവരുന്ന കാര്യങ്ങൾ പലതും അതിൽ തന്നെ പാപമൊന്നുമല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ലോത്തിന്റെ കാലം പോലെയാകും മനുഷ്യപുത്രന്റെ കാലമെന്ന് യേശു പറഞ്ഞു. നോഹയുടെ കാലം പോലെയാകും മനുഷ്യപുത്രന്റെ കാലമെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് യേശു പറയുന്നത് ഇങ്ങനെയാ: അന്നുണ്ടായിരുന്ന അധമമാകുന്ന പാപങ്ങളുടെ പട്ടികയല്ല യേശു പറയുന്നത്. വായിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അന്നത്തെ അധമമാകുന്ന പാപങ്ങളുടെ പട്ടികയല്ല യേശു പറയുന്നത്. പിന്നെയോ കർത്താവ് പറയുന്നത് എന്തൊക്കെയാണെന്നറിയാം? അവര് തിന്നു, കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു. ഇതൊന്നും അതിൽ തന്നെ പാപമല്ല. പ്രിയമുള്ളവരെ, ഒരു TV പ്രോഗ്രാം കണ്ടാൽ അതിൽ തന്നെ അത് പാപമല്ല. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് ഈസ് എ സിൻ. TV വീട്ടിൽ വെച്ചാൽ പാപമാണെന്നും ചിന്തിക്കുന്നയാളല്ല ഞാൻ. എന്നാൽ അത് പാപമാകുന്നത് എപ്പോഴാണെന്നറിയോ? കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിനും കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും അത് പെട്ടെന്നല്ല, ക്രമേണ നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങുന്നതിലാണ് പിശാച് വിജയിച്ചേക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ദേമാസ് ഒരു ദിവസം എഴുന്നേറ്റങ്ങ് ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുകയല്ലായിരുന്നു. പക്ഷെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും രണ്ട് കാര്യം അവന് സംഭവിച്ചു. ഒന്ന്, ദൈവവുമായിട്ടുള്ള സ്നേഹം കുറഞ്ഞു വന്നു. ആദ്യം സംഭവിക്കുന്ന അതാ. ദൈവവുമായിട്ടുള്ള സ്നേഹം കുറഞ്ഞാൽ മനുഷ്യരാകുന്ന നമുക്കൊരു പ്രത്യേക സവിശേഷതയുണ്ട്. നമ്മൾ ഇമോഷണൽ ബീയിങ്സാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. വി കനോട്ട് ലിവ് ഇൻ എ വാക്വം. ശൂന്യതയിൽ ജീവിക്കാൻ ഒക്കത്തില്ല. എയ്തർ വി വിൽ ലവ് ഗോഡ് ഓർ ഹിസ് അപ്പിയറിംഗ്. ഒന്നുകിൽ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ പ്രിയം വെക്കും, അവനെ നമ്മൾ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ലോകത്തെ സ്നേഹിക്കും. ശൂന്യമായിരിക്കാൻ പറ്റുകയില്ല. കാരണം കർത്താവ് പറഞ്ഞതാകുന്ന ഒരു ഉപമയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിശാച്, ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. നമുക്ക് നന്നായിട്ടറിയാം. അത് ഇറങ്ങിപ്പോയി. എന്നാ പലയിടത്ത് അന്വേഷിച്ച് നടന്നിട്ടും കയറി പാർക്കാൻ ഒരിടം കണ്ടില്ല. തിരിച്ച് തന്നിലും ശക്തിയേറിയ 7 എണ്ണത്തിനെയും കൊണ്ട് വന്ന് പഴയ സ്ഥലത്തേക്ക് വന്നപ്പോ എന്നാ കണ്ടെന്നറിയോ? അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടേക്ക്. അവിടെ അത് കയറി പാർത്തെന്നാ യേശു പറയുന്നേ. ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നില്ലെങ്കിൽ, ഇതിനകത്ത് ശൂന്യതയുണ്ടായാൽ ആ ശൂന്യതയിലേക്ക് ലോകം ഇരച്ചു കയറാൻ തുടങ്ങും. ഇത് നമ്മൾ മറന്നു പോകരുത്. ദേമാസിന് സംഭവിച്ചാതാ. ഓരോ ദിവസം കഴിയുമ്പോഴും ക്രമേണയായി ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ആദ്യം പൗലോസിന് പോലും മനസ്സിലായി കാണത്തില്ല എന്നാ എൻ്റെ ചിന്ത. കാരണം അത് ക്രമേണയാ. നമുക്കറിയാമല്ലോ ഒരു നല്ല ഉദാഹരണം, എല്ലാവർക്കും അറിയാം. ഒരു ജീവനുള്ള ഒരു തവളയെ, ഒരു ഫ്രോഗിനെ എടുത്ത് ചൂടുവെള്ളത്തിൽ, അല്പം ചൂടുള്ള വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ചാടിപ്പോവും. എന്നാൽ തണുത്ത, അതിന് കിടക്കാൻ പാകമാകുന്ന ടെമ്പറേച്ചറുള്ള വെള്ളത്തിലിട്ടാൽ അവിടെ കിടക്കും. പതുക്കെ തീ അടിയിൽ കൊടുത്ത് ക്രമേണ ചൂടാക്കിയാൽ അതിനോട് പൊരുത്തപ്പെട്ട് അവിടെ അത് നശിക്കും. ഈ തന്ത്രമാണ് പിശാച് ഇന്ന് ദൈവസഭയെ കൊണ്ടുവന്നേക്കുന്നത്. ഒരു ബ്ലേറ്റന്റ് ആയിട്ടുള്ള അശുദ്ധിയെ കുറിച്ചോ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചോ പിശാച് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും.
എന്നാൽ ക്രമേണയായി ഞാൻ ഈ പറഞ്ഞ നിലയിൽ പിശാച് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ദൈവ സ്നേഹത്തിൽ നിന്നും ക്രമേണ നമ്മൾ അകലാൻ തുടങ്ങും. അതിന് നമ്മൾ ഏറ്റവും ജാഗരൂകരായിരിക്കേണ്ടത് എന്താ? അതിന്റെ മറുവശം ഞാൻ പറയാം. ഇവിടെ നമ്മൾ വായിക്കുന്നു, നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ മറ്റൊരുവനിലേക്ക്, മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നു. അങ്ങനെയെങ്കിൽ നന്നായിട്ട് അവസാനിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് വിളിച്ചവനോട് എപ്പോഴും ചേർന്നിരിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. എന്താ ഞാൻ അർത്ഥമാക്കുന്നത്? ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു മുൻപോട്ട് പോകാം. പണ്ട് കാലത്തൊക്കെ ഈ സമുദ്രങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1950 മുൻപ് കപ്പലുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാ: എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവർക്കൊരു കോഴ്സ് കറക്ഷൻ ഉണ്ട്. കോഴ്സ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പോലെയുള്ള GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഒന്നും അന്നില്ല. അപ്പോൾ അവരതിനുവേണ്ടി ചെയ്യുന്നത് മാനുവലി ആകാശത്തിലെ നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല, എങ്കിലും ആശയം ഞാനങ്ങ് പറയാം. അവർ ചെയ്യുന്നത് അതുമായി കണക്ക് കൂട്ടി കുറഞ്ഞത് ദിവസം 2 പ്രാവശ്യം അവർ പോകുന്ന പാത ശരിയാണോ, അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാതയിലേക്ക് അവരുടെ കോഴ്സിനെ കറക്റ്റ് ചെയ്യും. ദിവസം 2 പ്രാവശ്യം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കോഴ്സ് കറക്ഷൻ ആവശ്യം കേട്ടോ. അവർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കും ഈ കോഴ്സ് കറക്ഷൻ ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മൾ ദൈവപാദപീഠത്തിൽ ഇരിക്കണം. അതൊരിക്കലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. അതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കണം. നാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മളായിരിക്കണം. കർത്താവേ, എൻ്റെ കുറവുകളും എൻ്റെ അശുദ്ധികളും നിന്നോടുള്ള എൻ്റെ സ്നേഹമില്ലായ്മയും ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നതും നിന്നേക്കാൾ ഉപരിയായി മറ്റു പലതും എൻ്റെ ജീവിതത്തിൽ വലുതായി വരുന്നതും എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ അശുദ്ധികളെ എനിക്ക് ബോധ്യമാക്കി തരണമേ. ഇത് പറഞ്ഞുകൊണ്ട് ഈ മനോഭാവത്തോടുകൂടെ നമ്മൾ ദൈവസന്നിധാനത്തിൽ ഇരിക്കാമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നമ്മുടെ വിരുദ് തെറ്റുവാൻ കഴിയുകയില്ല. കാരണം ഓരോ ദിവസവും ആ കോഴ്സ് കറക്റ്റ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യും. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് 63-ാമത്തെ സങ്കീർത്തനത്തിൽ. അതിൻ്റെ 1-2 വാക്യങ്ങൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അവൻ യഹൂദ മരുഭൂമിയിലായിരുന്ന കാലത്താണ് ആ സങ്കീർത്തനം ചമച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ദേഹം നിനക്കായി, എൻ്റെ ഉള്ളവും നിന്നെ ഓർത്ത് ഞാൻ വാഞ്ചിക്കുക. എന്നിട്ട് താഴോട്ട് പറയുക, അങ്ങനെ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ നിന്നെ നോക്കി ഇരിക്കുന്നു. എവിടെയാ? യഹൂദ മരുഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കി ഞാൻ ഇരിക്കുക. ഓരോ ദിവസവും കർത്താവുമായിട്ടുള്ള ബന്ധം ശരിയാണോ എന്ന് നോക്കി താൻ യാത്ര ചെയ്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ഈ അനുഭവത്തിൽ നിന്നും വീഴ്ച സംഭവിച്ചപ്പോഴാണ് ഏറ്റവും വലിയ പാപത്തിൽ ദാവീദ് വീണുപോയത്. നാം മനസ്സിലാക്കണം, സിംഹാസനത്തിലേക്ക് വന്നപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ യഹൂദ മരുഭൂമിയിലായിരുന്നപ്പം ഈ സുഖ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ അവിടെയും ഓരോ ദിവസവും ദൈവമുഖം അന്വേഷിച്ചു. അതുകൊണ്ടാണ് 42-ാം സങ്കീർത്തനത്തിൽ ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു. ദൈവത്തോട് ചേരുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിൻ്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ. പ്രിയമുള്ളവരെ, അത് ഓരോ ദിവസവും ചെയ്തെങ്കിലേ
നന്നായി ഓടി തീർക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഗലാത്യർക്ക് പറ്റിയതുപോലെ തന്നെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിക്കുന്നവരായി തീരും. 2, ഈ സുവിശേഷത്തിൽ നമ്മൾ നിലനിൽക്കണം. എന്താ സുവിശേഷത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് ഗലാത്യ ലേഖനം 2-ാം അധ്യായമൊക്കെ നമ്മൾ വായിച്ചാൽ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പൗലോസ് പറയുന്നുണ്ട്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച്. നോക്കണം, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ. അതിന് 15 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ആദ്യം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന നീതീകരണത്തെ കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ രാവിലെ പാടിയതുപോലെ, the vilest offender who truly believes, from that moment onwards Jesus a pardon receives. ഹല്ലേലൂയ. എത്ര അധമനാണെങ്കിലും അവൻ യേശുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം തൊട്ട് അവനെ ദൈവം നീതീകരിക്കുക. ആ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, എന്നെ കർത്താവ് നീതീകരിച്ചു. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ നീതീകരണമെന്ന വസ്തുത കഴിഞ്ഞുപോയ ഒരു സംഭവമായിട്ട് മാത്രമല്ലിരിക്കുന്നത്. അന്ന് അധമനായിരുന്ന തന്നെ രക്ഷിക്കുവാൻ യേശുവിൻ്റെ നീതി ആവശ്യമാണെങ്കിൽ പൗലോസ് ആ കോണ്ടെക്സ്റ്റിൽ പറയുക, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വായിക്കാമോ? 20-ാം വാക്യത്തിന്റെ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ നോക്കിയേ. അപ്പോഴന്ന് എന്നെ നീതീകരിച്ചത് എൻ്റെ പൊന്നു കർത്താവിൻ്റെ നീതി എൻ്റെതായിട്ട് ദൈവം കണക്കിട്ടതുകൊണ്ടാണ്. എന്നാ പൗലോസ് പറയാ, ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? എൻ്റെ കർത്താവിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലാ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷം പണ്ട് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നായിട്ടല്ല നിൽക്കേണ്ടത്. സുവിശേഷത്തിന് ഇന്നും ശക്തിയുണ്ട്. ഇന്നും ദൈവജനം നിലനിൽക്കേണ്ടത് സുവിശേഷത്താലാണ്. നാം മനസ്സിലാക്കണം, എൻ്റെ കഴിവിനാലല്ല, എൻ്റെ ശക്തിയാലല്ല, എൻ്റെ മിടുക്കിനാലല്ല, എൻ്റെ യാതൊരു നന്മ പ്രവൃത്തിയാലുമല്ല. അന്ന് അവിടുത്തെ നീതിയാലാ എന്നെ രക്ഷിച്ചതെങ്കിൽ ഇന്നും എനിക്ക് കർത്താവിൻ്റെ നീതിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നന്നായിട്ട് അവസാനിക്കണമെങ്കിൽ 2-ാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം ആദ്യത്തെ അതുപോലെ തന്നെ ആ പരമാർത്ഥതയും ആശ്രയബോധവും, അയ്യോ ഞാൻ നഷ്ടപ്പെട്ട പാപിയാണ്, എന്നെ അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്ന അതേ മനോഭാവവും ഇപ്പോഴുമുള്ള ഒരു വിശുദ്ധൻ നിലനിൽക്കും. അവൻ നല്ല ഓട്ടമോടി തീർക്കും. അല്ലാതെ ജഡത്തിൽ ആശ്രയിച്ച് അഹങ്കാരികളായി തീർന്നാൽ നാം തകർന്നു പോകും. നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ നീതിയാണ് എന്നെ രക്ഷിച്ചതെങ്കിൽ ഇപ്പൊ ഞാൻ ജീവിക്കുന്നതും എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലെ വിശ്വാസത്താല. അതുകൊണ്ടാ പൗലോസ് ഏറ്റവും പ്രായമായപ്പം അവസാന ദിവസങ്ങൾക്ക് മുൻപ് എഴുതിയ ലേഖനങ്ങളിൽ ഒന്ന് 2-ാമത്തെ തിമത്തിയോസിന്റെ ലേഖനം. അന്ന് ആ ലേഖനം എഴുതുമ്പം തന്നെ കുറിച്ച് താൻ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ: ക്രിസ്തുവേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാനാണെന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. എന്നിട്ട് അടുത്ത വാക്ക് പറയുക, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ശ്രദ്ധിക്കണേ, ക്രിസ്തുവേശു പണ്ട് വന്നത് പാപികളെ രക്ഷിക്കാനാ. എന്നാൽ താൻ പ്രസന്റ് ടെൻസിൽ പറയുക, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ.
പ്രിയരെ, നിലനിൽക്കണോ? ഈ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ആത്മീക നിഗളം നമ്മെ വിട്ടു പോകട്ടെ. പൗലോസിനെ പോലെ തന്നെ ധൈര്യത്തോടെ, ഉറപ്പോടെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ. എന്നെ സ്നേഹിച്ച് തന്നെ താൻ മറുവിലയായി കൊടുത്ത എൻ്റെ പൊന്നു കർത്താവിങ്കിലുള്ള വിശ്വാസത്താൽ ഇന്ന് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3:8 താൻ ഇങ്ങനെ പറഞ്ഞു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാകുന്ന എനിക്ക്. അതിനു മുൻപെഴുതിയ ലേഖനമാണ് കൊരിന്ത്യരുടെ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ എഴുതുന്നു, അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, എങ്കിലും സകല അപ്പോസ്തലന്മാരിലും ഞാൻ ചെറിയവനാ. ഞാൻ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അപ്പോസ്തലന്മാരിൽ ചെറിയവനാണെന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഏകദേശം 10-28 വർഷം കഴിഞ്ഞ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, സകല വിശുദ്ധന്മാരിൽ ഞാൻ ചെറിയവനാ. അതും കഴിഞ്ഞ് മരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ പറഞ്ഞു, ക്രിസ്തുയേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാ, ആ പാപികളിൽ ഒന്നാമൻ ഞാനാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമുക്ക് ആ ബോധ്യമുണ്ട്. നമ്മളെ വിളിച്ചവനെ വിട്ട് മറ്റൊന്നിലേക്ക് നാം തിരിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം തകർന്നു പോകും. നാം ലക്ഷ്യത്തിൽ ചെന്നെത്തുകയില്ല. നന്നായി ഓടിയിരുന്നു ഒരു കാലത്ത് ആത്മാവ് കൊണ്ട് തുടങ്ങി, എന്നാൽ ഇന്ന് ജഡം കൊണ്ട് നാം സമാപിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞത്, എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നു ഈ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചവനെ വിട്ട് മറ്റൊന്നിലേക്ക് തിരിയുന്ന അഗലാത്തിയിലുള്ള വിശുദ്ധന്മാരെ പോലെയാകാതെ, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ ഹല്ലേലൂയ ക്രിസ്തുയേശുവിങ്കിലെ ആ വിശ്വാസത്താൽ, എന്നെ സ്നേഹിച്ച് എനിക്കായി കൊടുത്ത എൻ്റെ കർത്താവിങ്കിലുള്ള വിശ്വാസത്താൽ. ദിനംതോറും ഓരോ ദിവസവും ഒരു കോഴ്സ് കറക്ഷൻ, ഒരു ഗതി മാറ്റം നടത്തുന്ന അനുഭവം നമുക്കുണ്ടോ? ഓരോ ദിവസവും ആ ഗതിമാറ്റം നടത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് നന്നായിട്ട് ഓടി തീർക്കുവാൻ കഴിയത്തില്ല. അതേ മാസിനെ പോലെ എല്ലാ അനുഗ്രഹീത സാഹചര്യങ്ങളുണ്ടായിട്ടും തകർന്നു പോയി, ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ട് പോയി. ആകയാൽ നമ്മുടെ അവസാനം നന്നാകേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാർ, ഒരാൾക്ക് ദൈവം